ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 27/5/2025 നടന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിനേഷൻ്റെ മാത്സ് പാർട്ട് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 51ാമത്തെ ക്വസ്റ്റ്യൻ. 100-നും 200-നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക എത്ര? അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം നമുക്ക് 100-നും 200-നും ഇടയിലുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. ഈ രണ്ട് തുകയും കൂടെ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 9 കൊണ്ട് 100-നും 200-നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ കഴിയാത്ത സംഖ്യകളുടെ തുക കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം എസ് തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ S n/2 ഇൻറ്റു T1 അധികം Tn. അപ്പോൾ 100-നും 200-നും ഇടയ്ക്കാണ്. 100-നും 200-നും ഇടയിലാണ്. അടുത്ത സംഖ്യ ഏതായിരിക്കും? 101 ആയിരിക്കും അല്ലേ? 200-ന് മുമ്പ് 199. ഇതാണല്ലോ ആദ്യ പദം. T1 എന്ന് പറയുന്നത് 101-ഉം Tn എന്ന് പറയുന്നത് ഏതാണ്? 199-ഉമാണ് അല്ലേ? 100-നും 200-നും ഇടയിലാണ്. അതുകൊണ്ട് ഇനി n എന്ന് പറയുന്നത് അതിനിടയ്ക്ക് എത്ര സംഖ്യകൾ കാണും? 99 സംഖ്യകളാണ് ഉള്ളത് അല്ലേ? അപ്പോൾ n എന്ന് പറയുന്നത് 99 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ സംഖ്യകൾ എണ്ണം സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കാം. n കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കാം. Tn - T1 / D + 1 ആണ്. Tn എന്ന് പറയുന്നത് 199 മൈനസ് T1 101, D എന്ന് പറയുന്ന 1 അധികം 1. 199-ൽ നിന്ന് 101 കുറച്ചാൽ എത്ര കിട്ടും? 98 എന്ന് കിട്ടും. /1 ആയതുകൊണ്ട് ഇവിടെ ചെയ്യണം. 98 അധികം 1 99. 99 n എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വില ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഇതിനകത്ത് വില ഇട്ട് കൊടുക്കാം. എസ് കണ്ടുപിടിക്കാൻ തുക n എന്ന് പറയുന്നത് കിട്ടി 99/2 ഇൻറ്റു T1 എന്ന് പറയുന്നത് 101 അധികം 199. അപ്പം 99/2 101 അധികം 199 എന്ന് പറയുന്നത് 300 ആണ്. ഇത് വേണ്ട, ബ്രാക്കറ്റ് അങ്ങ് മാറ്റി ഇൻറ്റു ആക്കാം. 99/2 ഇൻറ്റു 300 150 കിട്ടി. 150 × 99 14850 എന്ന് കിട്ടി. ഗുണിച്ച് നോക്കിയാൽ മതി. 14850 എന്ന് ആൻസർ കിട്ടി. അപ്പം 100-നും 200-നും ഇടയ്ക്കുള്ള സംഖ്യകളുടെ തുക നമുക്കിവിടെ കിട്ടി. ഇനി കണ്ടുപിടിക്കാൻ എന്താണ്? 100-നും 200-നും ഇടയിൽ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ തുക നമുക്ക് കണ്ടുപിടിക്കാം. S n/2 ഇൻറ്റു T1 അധികം Tn ഇക്വേഷൻ. അപ്പോൾ T1 എന്ന് പറയുന്നത് എന്തുമായിരിക്കും? T1 ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 100-നും 200-നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് കണ്ടുപിടിക്കുന്നത്. 108. അതിന് മുമ്പുള്ള സംഖ്യ 101, അതൊന്നും 9 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ 108/9 എന്ന് ചെയ്ത് നോക്കാം. ഇവിടെ 9 9 18 2 12 കിട്ടുമല്ലോ. T1 എന്ന് പറയുന്നത് 108 എന്ന് കണ്ടുപിടിച്ചു. 107 ആണെങ്കിൽ പറ്റത്തില്ല, ഇവിടെ 17 ആയി പോവും. 105 പിന്നെ 6 ആയാലും പറ്റത്തില്ല, 5 ആയാലും ഒന്നും പറ്റത്തില്ല. അപ്പോൾ 108 മാത്രമേ 9 കൊണ്ട് ഹരിക്കാൻ പറ്റൂ. അപ്പോൾ അതാണ് ആദ്യത്തെ സംഖ്യ T1. 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ആദ്യത്തെ സംഖ്യയാണ് 108 എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ 200-ന് മുമ്പുള്ള 198 എന്ന് നോക്കാം. /9 2 9 18 ശിഷ്ടം 1 8 18 2 9 18 അതും പറ്റും. അപ്പോൾ ലാസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് Tn എന്ന് പറയുന്നത് 198 ആണെന്ന് മനസ്സിലായി അല്ലേ? 199 ആയാലും ഇവിടെ 19 ആയി പോവും, പറ്റത്തില്ല. അപ്പോൾ 198 ലാസ്റ്റ് സംഖ്യ. ആദ്യത്തെ സംഖ്യ 108.
അപ്പോൾ ഇനി ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ കണ്ടുപിടിക്കണം. അപ്പോൾ എൻ കണ്ടുപിടിക്കാനായിട്ട് ഇത് നമ്മൾ ഭാഗിച്ചപ്പം 22 12 കിട്ടി. അപ്പോൾ രണ്ടും കൂടെ അങ്ങ് കുറച്ചാൽ മതി. 0 10 കിട്ടി. ഇനി ഒന്നും കൂടെ അങ്ങ് കൂട്ടുക. 10 + 1. അപ്പോൾ ഇത് രണ്ടും കൂടെ കുറച്ചിട്ട് ഒന്ന് കൂട്ടുമ്പോൾ എൻ കിട്ടും. കൂട്ടുമ്പോൾ എത്ര കിട്ടും? 11. അപ്പോൾ അതല്ല നമുക്ക് ഇക്വേഷൻ ഇട്ടാണ് ചെയ്യത്തുള്ളെങ്കിൽ ആ ഇക്വേഷൻ ഇട്ട് വേണമെങ്കിലും ചെയ്ത് നോക്കാം. ഈ ഇക്വേഷൻ ഇട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം. സംശയം ഉണ്ടെങ്കിൽ ഇക്വേഷൻ ഇല്ലാതെ ഇങ്ങനെയും നമുക്ക് എൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇനി ഇതിനകത്ത് വില ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ ചെയ്ത് നോക്കാം. എൻ എന്ന് പറയുന്നത് കിട്ടി, 11 എന്ന് കിട്ടി, /2 ഇൻറ്റു T1 എന്ന് പറയുന്നത് എത്ര കിട്ടിയത്? 108 കിട്ടി അല്ലേ? 108 അധികം 198. 108 അധികം 198. അപ്പോൾ 11 /2 ഇൻറ്റു 108 അധികം 198 306. എന്ന് വെട്ടാം. 15 കിട്ടും. 153 എന്ന് കിട്ടും. അപ്പോൾ ഇനി ചെയ്യേണ്ട എന്താണ്? 153 ഗുണം 11. 153 ഗുണം 11 എത്ര കിട്ടും? 1000 ഗുണിച്ച് നോക്കണം. 1683 എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഗുണിച്ച് നോക്കുക. അപ്പോൾ 1683 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് എന്തുവാണ്? 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ തുകയാണ്. 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ തുകയാണ് ഈ കണ്ടുപിടിച്ചത്. ആദ്യം നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത്? 100നും 200നും ഇടയ്ക്കുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചു. ഇത് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ തുകയാണ്. ഇനി എന്താ ചെയ്യണം? ആദ്യം കിട്ടിയ, അതായത് ആകെ കിട്ടിയ ആ തുകയിൽ നിന്നും 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ തുക കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ബാക്കി സംഖ്യകളുടെ തുക കിട്ടും. അപ്പോൾ ഇവിടെ കുറച്ച് നോക്കാം. 14,850 മൈനസ് 1683. 7 എന്ന് പറഞ്ഞ് 14 8 കുറയ്ക്കുമ്പോൾ 6 കിട്ടും. 7 ൽ നിന്ന് 6 കുറച്ചാൽ 1, 4 ൽ നിന്ന് 1 13,167 ആൻസർ കിട്ടി. എന്താണ്? 9 കൊണ്ട് 100നും 200നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ പറ്റാത്ത സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ഏതാണ്? 13,167. അപ്പോൾ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. 13,167. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി അടുത്ത കണക്ക് നോക്കാം. 52. ഒരു വൃത്തത്തിൻ്റെ വൃത്തപരിധിയും, അതായത് ചുറ്റളവ്, പരപ്പളവ് എന്ന് പറയുന്നത് വിസ്തീർണവും, ഇവ തുല്യമായാൽ അതിൻ്റെ വ്യാസം എത്ര? അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു വൃത്തത്തിൻ്റെ വൃത്തപരിധി, ചുറ്റളവ്. ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തോ? വൃത്തത്തിൻ്റെ 2πr ആണ്. വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അത് ഏതിന് തുല്യമാണെന്നാണ് പറയുന്നത്? വിസ്തീർണം. അപ്പോൾ വൃത്തത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? πr². 2πr വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. πr² വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇത് രണ്ടും തുല്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുല്യമാണെങ്കിൽ വ്യാസം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. വ്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. വ്യാസം എന്ന് പറയുന്നത് ഡി. വ്യാസമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് വ്യാസം കണ്ടുപിടിക്കാം? പൈയും അങ്ങ് വെട്ടിപ്പോവും. r² എന്ന് പറയുന്നത് 2r ആണ് അല്ലേ? r ഇൻറ്റു r ആണ് r² എന്ന് പറയുന്നത്. ഈ ഒരാറും അങ്ങ് വെട്ടിപ്പോയി. അപ്പം 2 = r. അപ്പം r എന്ന് പറയുന്നത് എന്താണ്? 2. 2 = r, r = 2. r എന്ന് പറയുന്നത് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. r = 2 എന്ന് കിട്ടി.
ആർ 2 ആണെങ്കിൽ, ആറെന്ന് പറയുന്ന ആരമാണ്, ആരം 2 ആണെങ്കിൽ ആരത്തിൻ്റെ ഇരട്ടിയാണല്ലോ വ്യാസം. അപ്പോൾ വ്യാസം എത്രയായിരിക്കും? 2 ഗുണം 2. എത്ര കിട്ടും അന്നേരം? 4. 4 ആൻസർ. വ്യാസം എന്ന് പറയുന്നത് 4. ഡി എന്ന് പറയുന്നത് 2 ഗുണം 6 അതായത് 2 ഗുണം 2, 6 എന്ന് പറയുന്നത് 2 4 ആൻസർ. അപ്പോൾ നോക്കാം ഇവിടെ ആൻസർ ഓപ്ഷൻ സി, 4 യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 53. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിക്ക് 5 സെൻറ്റിമീറ്റർ നീളമുണ്ട്. രാവിലെ 6:05 മുതൽ രാവിലെ 6:40 വരെ അത് സഞ്ചരിച്ച ഭാഗത്തിൻ്റെ പരപ്പളവ് എന്ത്? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ക്ലോക്ക് ഇവിടെ വരയ്ക്കാം. അതിൻ്റെ മിനിറ്റ് സൂചിക്ക് 5 സെൻറ്റിമീറ്റർ നീളമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 12:06. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് മിനിറ്റ് സൂചിയാണെങ്കിൽ ഇതിന് 5 സെൻറ്റിമീറ്റർ നീളമുണ്ട്. 5 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇനി രാവിലെ 6:05 മുതൽ, ഇതാണല്ലോ 6:05 മുതൽ 6:40 വരെ. രണ്ട് 4 5 7 8. അപ്പോൾ 6:05 ഇതാണ്. ഇനി 6:40 വരെ. 40 വരെ എന്ന് പറയുമ്പോൾ ഇവിടെ മണിക്കൂർ സൂചിയുടെ കാര്യം ഇവിടെ കാണിച്ചിട്ടില്ല, മിനിറ്റ് സൂചിയാണ് വരച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇവിടം വരെ വരുമ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ വിസ്തീർണം, ഇതിൻ്റെ ചുറ്റളവ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ഇത്രയും ഭാഗത്തിൻ്റെ വിസ്തീർണം, പരപ്പളവല്ലേ വിസ്തീർണം. അപ്പോൾ വിസ്തീർണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും ഭാഗത്തിൻ്റെ വിസ്തീർണമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്ടറാണ് അല്ലേ? ഒരു വൃത്തത്തിൻ്റെ കുറച്ച് ഭാഗമാണ്. അപ്പോൾ അത് സെക്ടറായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ സെക്ടറിൻ്റെ വിസ്തീർണം അഥവാ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? സെക്ടറിൻ്റെ ഏരിയ അപ്പോൾ വിസ്തീർണം സെക്ടറിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ πr² തീറ്റ ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി. πr² തീറ്റ ഡിവൈഡ് ബൈ 360 ഡിഗ്രി. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിക്ക് 5 സെൻറ്റിമീറ്റർ നീളമുണ്ട്. രാവിലെ 6:05 മുതൽ രാവിലെ 6:40 വരെ അത് സഞ്ചരിച്ച ഭാഗത്തിൻ്റെ പരപ്പളവ് എന്ത്? അപ്പോൾ വിസ്തീർണമാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ക്ലോക്ക് വരയ്ക്കുക. ക്ലോക്ക് 12 6 3 9 1 2 4 5 7 8 ഇത്രയും മതിയല്ലോ നമുക്ക്. അപ്പം രാവിലെ 6:05 മുതൽ 6:40 വരെയാണ്. അപ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം. മിനിറ്റ് സൂചി അറ്റം വരെ നിൽക്കുമല്ലോ, മിനിറ്റ് സൂചി ഇവിടെ ആയിരിക്കുമല്ലോ. പിന്നീട് കറങ്ങി ഇവിടെ വരണം 6:40. അപ്പോൾ 6:40 എന്ന് പറയുമ്പോൾ ഇവിടെ 8 വരുന്നത് അല്ലേ? മണിക്കൂർ സൂചിയുടെ കാര്യം ഇവിടെ പറയുന്നില്ല, അതുകൊണ്ട് അത് വരച്ചിട്ടില്ല. 6:40 ഇവിടെ വരും. 6:05 ഇങ്ങനെ നിൽക്കും, 40 ആകുമ്പോൾ ഇവിടെ നിൽക്കും മിനിറ്റ് സൂചി. കണ്ടുപിടിക്കേണ്ടത് ഈ ഭാഗത്തെ വിസ്തീർണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. അതൊരു സെക്ടറായിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? ഒരു വൃത്തത്തിൻ്റെ ഒരു കുറച്ച് ഭാഗത്തെ കാണിച്ചിരിക്കുന്നത് സെക്ടറാണ് അല്ലേ? അപ്പോൾ ഇത് ഒരു സെക്ടർ. അപ്പോൾ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്കിത് കണ്ടുപിടിക്കാം.
അപ്പോൾ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? വിസ്തീർണം സെക്ടറിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് പൈ ആർ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി. പൈ ആർ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 360 ഡിഗ്രി. അപ്പോൾ ആർ സ്ക്വയർ, ആർ എന്ന് പറയുന്നത് എന്താണ്? 5 സെൻറ്റിമീറ്റർ അല്ലേ? ഇതിന് 5 സെൻറ്റിമീറ്റർ നീളമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മിനിറ്റ് സൂചി ആകുമ്പോൾ ഇവിടം വരെ തട്ടി നിൽക്കും. അപ്പം 5 സെൻറ്റിമീറ്ററാണ് ആരം എന്ന് പറയുന്നത്, ആർ എന്ന് പറയുന്നത്. ഇനി തീറ്റ എന്ന് പറയുന്നത് ഇവിടുത്തെ കോണളവാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? ഇവിടെ മുതൽ, അതായത് ഈ ഓരോ 5 മിനിറ്റും എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എത്ര ഉണ്ട് ഇവിടെ? എത്ര 30 1 2 3 4 5 6 7 30 ഡിഗ്രി ഉണ്ട്. 5 മുതൽ 6:40 വരെ 30 ഡിഗ്രി ഉണ്ട്. അപ്പോൾ 7 ഗുണം 30 210 എന്ന് കിട്ടി. അപ്പോൾ 210 ഡിഗ്രിയാണ് ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത്. 5 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ് ഇതിൻ്റെ കോണളവ്. അങ്ങനെ ആകുമ്പോൾ ഇതിന് 1 മുതൽ 8 വരെ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. 30 ഗുണം 7 210. അപ്പോൾ ഇവിടെ തീറ്റ കിട്ടി. ഇനി ഇതിനകത്ത് വില ഇട്ട് കൊടുത്താൽ മതി. പൈയുടെ വില നമുക്കിവിടെ 3.14 ഉണ്ട്, 22/7 ഉണ്ട്. അപ്പോൾ 210 എന്നൊക്കെ വരുമ്പോൾ 7 ഇട്ട് ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ ഇവിടോട്ട് എഴുതാം. പൈയുടെ വില 22 ഡിവൈഡ് ബൈ 7 ഗുണം 6 എത്രയാണ്? 5. 5 ഗുണം 5 ഗുണം 210 ഡിവൈഡ് ബൈ 360. ഇവിടെ 7ഉം 210ഉം വെട്ടാം, 30 കിട്ടും അല്ലേ? അപ്പോൾ ഇപ്പുറത്തോട്ട് ചെയ്ത് നോക്കാം. 22 ഇൻറ്റു 5 ഗുണം 5 ഇൻറ്റു 30 ഡിവൈഡ് ബൈ 360. 0 വെട്ടിപ്പോയി. 3 കൊണ്ട് വെട്ടാം, 12 കിട്ടി. 2 കൊണ്ട് 6 11 കിട്ടി. അപ്പോൾ ഇനി പറ്റത്തില്ല, ചെറുതാക്കാൻ പറ്റത്തില്ല. അപ്പോൾ 11 ഗുണം 5 ഗുണം 5 എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 11 ഗുണം 5 ഗുണം 5 275 എന്ന് കിട്ടി. ഡിവൈഡ് ബൈ 6. ഇതിനെ നമുക്കിവിടെ ഭാഗിക്കാം. 275 6 4 24 കിട്ടും. 3 5 6 5 30. എങ്ങനെ കിട്ടി? 5 ശിഷ്ടം. അപ്പോൾ ആദ്യം കിട്ടിയ ഹരണഫലം ഇവിടെ എടുത്തെഴുതുന്നു. പിന്നെ 6 5 45ഉം 6 5 എന്ന് കിട്ടി. 45ഉം 6 5ഉം. ഇവിടെ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. 45 6 5. ആൻസർ ഓപ്ഷൻ എ. 45 6 5 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതാണ് ഈ ഭാഗത്തിൻ്റെ വിസ്തീർണം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? സെക്ടറിൻ്റെ വിസ്തീർണമാണ് ഈ കണക്കിൽ നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി ലെങ്ത് ഓഫ് ആർക്കാണ് ചോദിച്ചത്, അതായത് ആർക്കിൻ്റെ നീളമാണ് ചോദിച്ചതെങ്കിൽ, അപ്പോൾ ഇത് വിസ്തീർണമാണ്, സെക്ടറിൻ്റെ വിസ്തീർണമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു ഇതുപോലുള്ളൊരു സെക്ടറിൻ്റെ ആർക്കിൻ്റെ ലെങ്താണ് ചോദിച്ചതെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഇക്വേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എഴുതാം. ലെങ്ത് ഓഫ് ആർക്കാണ് ചോദിച്ചതെങ്കിൽ, അതായത് ആർക്കിൻ്റെ നീളമാണ് ചോദിച്ചതെങ്കിൽ, ആർക്കാണ് ഇത്, നമ്മൾ എഴുതാം ആർക്ക്.
അപ്പോൾ ആർക്കിൻ്റെ നീളമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇക്വേഷൻ വരുന്നത് പൈ ആർ തീറ്റ ഡിവൈഡഡ് ബൈ 180 ഡിഗ്രി. പൈ ആർ തീറ്റ ഡിവൈഡ് ബൈ 180 ഡിഗ്രി എന്നായിരിക്കും ആർക്കിൻ്റെ ലെങ്താണ് ചോദിക്കുന്നതെങ്കിൽ. അപ്പോൾ ഇതുകൂടെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത കണക്കിൽ ചിലപ്പോൾ ആർക്കിൻ്റെ ലെങ്ത് ആയിരിക്കും ചോദിക്കുന്നത്, അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഏത് ഇക്വേഷനാണ് ഇട്ട് കൊടുക്കേണ്ടത്? ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് പൈ ആർ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് കോണളവാണ്. പൈ ആർ തീറ്റ ഡിവൈഡ് ബൈ 180. പൈ ആർ തീറ്റ ഡിവൈഡ് ബൈ 180. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത കണക്ക് 54. തെറ്റായ പ്രസ്താവന ഏത്? എ, n ഒരു എണ്ണൽ സംഖ്യയായാൽ n³ മൈനസ് n എന്നത് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമുക്ക് ആദ്യത്തെ ഒന്ന് ചെയ്ത് നോക്കാം. n ഒരു എണ്ണൽ സംഖ്യയായാൽ n³ മൈനസ് n. ഇപ്പം 2 എടുക്കാം. 2 ഒരു എണ്ണൽ സംഖ്യയാണല്ലോ. 2. 2ൻ്റെ ക്യൂബ് മൈനസ് 2 എന്നത് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. 2ൻ്റെ ക്യൂബ് എത്രയാണ്? 8 ആണ്. 8 മൈനസ് 2 6. ഹരിക്കാൻ പറ്റുമല്ലോ. അപ്പം അത് ശരിയായി. അപ്പോൾ വേറൊരു എണ്ണൽ സംഖ്യ എടുത്ത് നോക്കാം. 3. 3ൻ്റെ ക്യൂബ് മൈനസ് 3 27 ആണ്. 27 മൈനസ് 3 എത്ര കിട്ടും? 24 കിട്ടും. അത് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണല്ലോ. കറക്റ്റാണ്. അപ്പോൾ ഒന്നാമത് പറയുന്നത് കറക്റ്റാണ്. ഇനി രണ്ടാമത്തെ നോക്കാം. n ഒരു എണ്ണൽ സംഖ്യ ആയാൽ 12⁻n ഒറ്റയുടെ സ്ഥാനം ചിലപ്പോൾ 0 അല്ലെങ്കിൽ 5 വരാവുന്നതാണ്. n ഒരു എണ്ണൽ സംഖ്യ ആയാൽ 12⁻2 നോക്കാം. എത്ര കിട്ടും? 144 കിട്ടും അല്ലേ? ഒറ്റയുടെ സ്ഥാനം 0 അല്ലെങ്കിൽ 5 വരാവുന്നതാണ്. വരുമോ? വരത്തില്ല. 13ൻ്റെ സ്ക്വയർ നോക്കാം. 169 ഇല്ല. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇനി ബാക്കി അങ്ങോട്ട് നോക്കണ്ടല്ലോ, ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതിയല്ലോ. വേണമെങ്കിൽ അടുത്തത് നോക്കാം. n ഒരു ഒറ്റ സംഖ്യ ആയാൽ n² മൈനസ് 1 എന്നതിനെ 8 കൊണ്ട് ഹരിക്കാം. ഒറ്റ സംഖ്യ നോക്കാം. 3 നോക്കാം. 3ൻ്റെ സ്ക്വയർ മൈനസ് 1. 9 മൈനസ് 1 8. അത് 8 കൊണ്ട് ഹരിക്കാം. അപ്പം അത് കറക്റ്റാണ്. അപ്പോൾ ഇനി ബാക്കി നോക്കണ്ട. അപ്പോൾ ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 55. ശ്രേണി പൂർത്തിയാക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എഴുതാം. BJF DKH FMJ HPL. ഇനി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് ആൽഫബറ്റ് ഇങ്ങോട്ട് എഴുതാം. FGHI അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇപ്പോൾ ഇത് നോക്ക്. BDFH. അപ്പോൾ ഇത് ആദ്യം നോക്കാം നമുക്ക്. ബി കഴിഞ്ഞിട്ട് ഡി ആണ് അല്ലേ? എൻ്റെ ഇടയ്ക്ക് ഒരു അക്ഷരം കിടക്കുന്നു ഡി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു അക്ഷരം എഫ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എച്ച്. അത് കഴിഞ്ഞ് എന്തായിരിക്കും വരുന്നത്? ജെ ആയിരിക്കും അല്ലേ? എച്ച് കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പം ജെ. രണ്ടാമത്തെ അക്ഷരം നോക്ക്. ജെ ആണ്. രണ്ടാമത്തെ അക്ഷരം എടുത്താൽ ജെ. അതുപോലെ എന്തെങ്കിലും ഒരു ശ്രേണിയായിരിക്കും. അപ്പം ജെ കഴിഞ്ഞിട്ട് കെ ആണ്. രണ്ടാമത്തെ ഈ ഓരോ അക്ഷരമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ജെ കഴിഞ്ഞിട്ട് കെ ആണ് ഇവിടെ. നോക്കാം. ജി തൊട്ടടുത്ത അക്ഷരമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? ജെ കഴിഞ്ഞ് കെ. അത് കഴിഞ്ഞ് എം. ഒരക്ഷരം അതിൻ്റെ ഇടയ്ക്ക് വരുന്നു എം. അപ്പോൾ അടുത്ത എന്തുമായിരിക്കും? 2 അക്ഷരം കഴിഞ്ഞിട്ടായിരിക്കും അടുത്തത് പി. കറക്റ്റ്. അപ്പോൾ അടുത്തത് 3 അക്ഷരം കഴിഞ്ഞിട്ടായിരിക്കും QRS കഴിഞ്ഞ് ടി ആയിരിക്കും വരുന്നത് അല്ലേ? ടി. ഇപ്പം JT. ഇനി അടുത്ത FHJ.
എഫ് അതിൻ്റെ ഇടയ്ക്ക് ഒരക്ഷരം വരുന്നു, ജി വന്നു. പിന്നെ അതിനിടയ്ക്ക് വീണ്ടും ഒരക്ഷരം ജെ, അതിനിടയ്ക്ക് വീണ്ടും ഒരക്ഷരം കഴിഞ്ഞിട്ടാണ് എൽ വന്നത്. പിന്നെ അപ്പോൾ ഈ ഒരു എം കഴിഞ്ഞിട്ട് എൻ ആയിരിക്കും അവിടെ വരുന്നത്. അപ്പം ജെ ടി എൻ എന്ന് കിട്ടി, ജെ ടി എൻ എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇത് ഇവിടെ എങ്ങനെയാണ് ചെയ്തത്? ആദ്യം നമുക്ക് ആദ്യത്തെ അക്ഷരം നോക്കി, ആദ്യത്തെ അക്ഷരങ്ങൾ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കി. ബി, ഡി, എഫ്, എച്ച്. അപ്പോൾ ഇതിൻ്റെ ശ്രേണി എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യം നോക്കി. ബി കഴിഞ്ഞ് ഒരക്ഷരം കഴിഞ്ഞിട്ടാണ് ഡി വന്നിരിക്കുന്നത്. ഡി കഴിഞ്ഞ് ഒരക്ഷരം കഴിഞ്ഞ് എഫ് വന്നേക്കുന്നു. എഫ് കഴിഞ്ഞ് ഒരക്ഷരം കഴിഞ്ഞിട്ട് എച്ച് വന്നേക്കുന്നു. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ശ്രേണി പോകുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കിയത് ഏതാണ്? രണ്ടാമത്തെ അക്ഷരങ്ങളാണ് നോക്കിയത്. ഇനി രണ്ടാമത്തെ അക്ഷരം ജെ നോക്കി. ജെ, കെ, എം, പി. അപ്പോൾ അതെങ്ങനെ പോയേക്കുന്നത്? ജെ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത അക്ഷരമായിരുന്നു കെ. അടുത്തത് വന്നപ്പോൾ ഒരക്ഷരം കഴിഞ്ഞിട്ടാണ് എം വന്നത്. അടുത്തത് വന്നപ്പോൾ രണ്ടക്ഷരം കഴിഞ്ഞിട്ട് പി വന്നു. അടുത്തത് എങ്ങനെ ആയിരിക്കും വരുന്നത്? മൂന്നക്ഷരം കഴിഞ്ഞിട്ട് ടി വരും. പിന്നെ അടുത്തത് നമ്മൾ മൂന്നാമത്തെ അക്ഷരമാണ് നോക്കിയത്. ഇതിൽ മൂന്നാമത്തെ അക്ഷരം നോക്കി, എഫ് നോക്കി. അപ്പോൾ അതെങ്ങനെ, അതേത് ശ്രേണി വെച്ചാണ്, ഓരോന്നിൻ്റെയും മൂന്നാമത്തെ അക്ഷരങ്ങൾ ഏത് ശ്രേണിയിലാണ് പോണതെന്ന് നോക്കിയിട്ട് അതങ്ങനെ എഴുതി. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്തപ്പോൾ എന്താണ് കിട്ടിയത്? ജെ ടി എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി, ജെ ടി എൻ. 56. 16 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരത്തിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന വൃത്തത്തിൻ്റെ പരപ്പളവ് എന്ത്? അപ്പോൾ ഈ കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞത് ഒരു സമചതുരത്തിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന, ഇതിനകത്ത് വയ്ക്കാവുന്ന ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? സമചതുരത്തിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട്. സമചതുരത്തിൻ്റെ ചുറ്റളവ് സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4a ആണ്. 4a എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 16 തന്നിട്ടുണ്ട്. 4a എന്ന് പറയുന്നത് 16 തന്നിട്ടുണ്ട്. അത് ഓരോ വശവും എ എ എ എ. ഇപ്പോൾ ഈ 4 വശവും കൂടെ ഗുണിക്കുമ്പോഴാണ് 16 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വശം എങ്ങനെ കണ്ടുപിടിക്കാം? എ എങ്ങനെ കണ്ടുപിടിക്കാം? 16 ÷ 4 കിട്ടി. എ എന്ന് പറയുന്നത് 4. അപ്പോൾ ഈ ഒരു വശം എന്ന് പറയുന്നത് എന്താണ്? 4 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ വൃത്തം ഇതിനകത്ത് വച്ചിരിക്കുകയാണ്. ഇതുമെല്ലാം തുല്യമാണല്ലോ. ഇതെന്ന് പറയുന്നത് എന്തുമായിരിക്കും? വ്യാസമാണ്. വൃത്തത്തിൻ്റെ വ്യാസമാണ് ഇതെന്ന് പറയുന്നത്, അല്ലേ? അപ്പം 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ വ്യാസം. വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്, അല്ലേ? അപ്പോൾ വൃത്തത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, പരപ്പളവാണല്ലോ ചോദിച്ചിരിക്കുന്നത്. വൃത്തത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? വിസ്തീർണം വൃത്തത്തിൻ്റെ πr². വൃത്തത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് πr². അപ്പോൾ ഇവിടെ വ്യാസമുണ്ട്. വ്യാസം എത്രയാണ് തന്നേക്കുന്നത്? 4 സെൻറ്റിമീറ്റർ. 4 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വ്യാസം 4 ആണെങ്കിൽ ആർ എത്ര ആയിരിക്കും? ആരം എത്ര ആയിരിക്കും? ഈ വ്യാസത്തിൻ്റെ പകുതിയാണല്ലോ ആരം എന്ന് പറയുന്നത്. 4 ÷ 2. അപ്പോൾ 6 2. ഇനി ഇതിനകത്ത് വില ഇട്ട് കൊടുത്താൽ മതിയല്ലോ. പൈ 3.14 ചെയ്യണം. ഇവിടെ ഭാഗിക്കാനൊന്നുമില്ല, അതുകൊണ്ട് ഗുണിക്കാനല്ലേ ഉള്ളൂ. 3.14 ഗുണം 2 ഗുണം 2. 3.14 ഗുണം 4 എത്ര കിട്ടും? 12.56 കിട്ടും. ചെയ്ത് നോക്കുക. 56 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അവിടെ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. 12. ആൻസർ ഓപ്ഷൻ
സി ആണ്. 12.56 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത കണക്ക് നോക്കാം. 57. 86 + 52 = 5. 63 + 72 = 8 ആയാൽ 83 + 72 എത്ര? അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്തേക്കുന്നതെന്ന് നോക്കാം നമുക്ക്. 86 + 52. ഇത് രണ്ടും കൂടെ എന്തായാലും കൂട്ടിയേക്കുമല്ല, അതിൻ്റെ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും വലിയ സംഖ്യ കിട്ടും. അപ്പോൾ അത് കുറച്ച് നോക്കാം. 8 - 6. 6 എത്ര കിട്ടും? 2 കിട്ടും. 5 - 2 3 കിട്ടും. 3 2 5 കിട്ടി. അപ്പം കറക്റ്റായി അല്ലേ? അപ്പോൾ കൂട്ടുവാണെങ്കിൽ വലിയ സംഖ്യകൾ കിട്ടും. അപ്പോൾ ഇത് കുറച്ച് നോക്കാം. അതിൻ്റെ രണ്ട് സംഖ്യകളും കൂടെ കുറച്ച് നോക്കാം. അടുത്ത നോക്കാം. 63 + 72 ആണല്ലേ. 6 ൽ നിന്ന് 3 കുറയ്ക്കാം. 3 കിട്ടി. പിന്നീട് 7 ൽ നിന്ന് 2 കുറയ്ക്കാം. 5 കിട്ടി. 5 3 8. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സംഖ്യകളുടെ രണ്ടിൻ്റെയും ഇത് കുറയ്ക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ 83 + 72. അപ്പോൾ 8 ൽ നിന്ന് 3 കുറയ്ക്കാം. 5 കിട്ടും. 7 ൽ നിന്ന് 2 കുറയ്ക്കണം. 5 കിട്ടി. 5 + 5 10. 10 കിട്ടുന്നത്. ആൻസർ ഓപ്ഷൻ ബി 10. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഈ സംഖ്യകൾ കൂട്ടുമല്ല ചെയ്തിരിക്കുന്നത്. എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ 8ൻ്റെയും 6ൻ്റെയും ഡിഫറൻസ് എടുത്തിട്ട് അത് കൂട്ടുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ 8ഉം 6ഉം തമ്മിൽ കൂട്ടുവാണെങ്കിൽ വലിയ സംഖ്യ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്താലും കിട്ടത്തില്ല. അപ്പോൾ ഇത് കുറച്ചാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതിൻ്റെ ആൻസർ കുറഞ്ഞ സംഖ്യകളാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? ഒന്നുകിൽ ഡിവൈഡ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ കുറച്ച് നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ 58. 34 - 20 - 5 + 17 - 2 × 3 + 18 - 9 - 3 + 10 എത്രയായിരിക്കും? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ബ്രാക്കറ്റുകളെല്ലാം അങ്ങ് കളയുക. പിന്നീട് ഭാഗിക്കാനുള്ളത് അത് ചെയ്യുക, പിന്നെ ഗുണിക്കാനുള്ളത് ചെയ്യുക, പിന്നെ കുറയ്ക്കുക, കൂട്ടുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എഴുതാം. 34 - 20 / 5 അധികം ബ്രാക്കറ്റ് 2 × 3 അധികം 18 / 9 -3 ഒരു ബ്രാക്കറ്റ് തീർന്നു, അധികം 10. ആദ്യം ഈ അകത്ത ബ്രാക്കറ്റ് അങ്ങ് തീർക്കാം. അതവിടെ ഇങ്ങോട്ട് എഴുതാം. ആദ്യം ഇതിനകത്ത് ഭാഗിക്കാനുള്ളത് ചെയ്യാം. 18 / 9 17 - 2 × 3 അതും ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ അധികം 18 / 9 2 -3 -3 അധികം 10. ഇവിടെ എന്തുവാ? 20 / 5 ബ്രാക്കറ്റിന് പുറത്ത് 34 കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് ചെയ്യാം. 34 - 20 / 5 ഈ ബ്രാക്കറ്റ് അംഗങ്ങളെ ആദ്യം 17 - 6 17 - 6 11 കിട്ടും. 11 കിട്ടും. പിന്നീട് 11 + 2 13 -3 10 അല്ലേ? അപ്പോൾ 20 / 5
അധികം ഇവിടെ അധികം ഉണ്ട്, അധികം 10, അധികം 10, പുറത്ത് കൊണ്ടൊരു 10, അധികം 10, 34 മൈനസ് പുറത്തോട്ട് എഴുതാം, 34 മൈനസ് 20/5 എത്ര കിട്ടും? 4 കിട്ടും. ഇവിടെ ഔട്ട് ഭാഗിച്ചങ്ങ് എഴുതാം. 4 അധികം 10 അധികം 10 20 അല്ലേ? 20 അധികം 4 എത്ര കിട്ടും? 34 മൈനസ് 20 അധികം 4 24. 34 24 കുറച്ചാൽ 10. ആൻസർ 10. ആൻസർ ഓപ്ഷൻ എ 10. അടുത്ത ക്വസ്റ്റ്യൻ 59. എക്സ് മൈനസ് 1/x ഈസിക്കൽ ടു 3, എക്സ് നോട്ട് ഈസിക്കൽ ടു 0 ആയാൽ എക്സ് റേസ് ടു 4 പ്ലസ് 1/x റേസ് ടു 4ൻ്റെ വില എന്ത്? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എക്സ് മൈനസ് 1/x എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ് റേസ് ടു 4 ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ എക്സ് റേസ് ടു 4 കിട്ടും അല്ലേ? 2ൻ്റെ സ്ക്വയർ 4, 2 റേസ് ടു 4 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 4ൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ 2ൻ്റെ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കുക, അതിൻ്റെ ആ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? ആ കിട്ടിയ ആൻസറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ 2/4 കിട്ടും. അപ്പോൾ ആ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യാം. ഇപ്പോൾ എക്സ് മൈനസ് 1/x ഈസിക്കൽ ടു 3. അപ്പോൾ നമുക്കതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം ആദ്യം. എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 എക്സ് റേസ് ടു 4 പ്ലസ് 1/x റേസ് ടു 4 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഈ സംഖ്യ, അതായത് ഈ ആൻസർ കിട്ടുന്ന സംഖ്യയുടെ സ്ക്വയർ എഴുതുക, 3ൻ്റെ സ്ക്വയർ, അതിൻ്റെ കൂടെ 2 കൂട്ടുകയോ കുറയ്ക്കുകയോ. ഇവിടെ മൈനസ് ആണെങ്കിൽ, ഈ ക്വസ്റ്റ്യനിൽ മൈനസ് ചിഹ്നമാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ പ്ലസ് ഇടുക. ആൻസർ പ്ലസ്, അതിൻ്റെ കൂടെ 2 കൂട്ടുക. ഇവിടെ പ്ലസ് ചിഹ്നം ആയിരുന്നെങ്കിൽ എക്സ് പ്ലസ് 1/x ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3ൻ്റെ സ്ക്വയർ 9, 9 അധികം 2 11. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇവിടെ ഇതേപോലെ 2/4 നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇതിൻ്റെ ആൻസറിൽ നിന്ന് ആൻസറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുകയാണ് ഇത്. അതുപോലെ ഇവിടെ 11 നമുക്ക് ആൻസർ കിട്ടി, 11 ആൻസർ കിട്ടി. അപ്പോൾ എക്സ് റേസ് ടു 4 പ്ലസ് 1/x റേസ് ടു 4 അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഈ സ്ക്വയർ കണ്ടുപിടിക്കുക. 11 എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിൻ്റെ ആൻസറിൽ നിന്ന് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 11ൻ്റെ സ്ക്വയർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് പ്ലസ് ആണ് ചോദിച്ചിരിക്കുന്നത്, എക്സ് പ്ലസ് ആണ് അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? മൈനസ് 2 കുറയ്ക്കുക. 11ൻ്റെ സ്ക്വയർ എത്രയാണ്? 121 മൈനസ് 2 119. ആൻസർ ചെയ്യണ്ടോ എന്ന് നോക്കാം. 119 ആൻസർ ഓപ്ഷൻ ഡി. ഇപ്പം ഇനി ചോദിക്കുന്നു എക്സ് മൈനസ് 1/x ഈസിക്കൽ ടു 3. അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് ആണ് ചോദിച്ചത്. ഇനി ചോദിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത്? എൻ സ്ക്വയർ, ഈ ക്വസ്റ്റിനകത്ത് പ്ലസ് ആണ് മൈനസ് ആണ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പ്ലസ് 3n. എൻ എന്ന് പറയുന്നത് സംഖ്യയാണ്, നമ്പറാണ്. n 3. അപ്പോൾ എൻ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ അധികം 3 ഗുണം 3 എത്ര കിട്ടും? 3 9 അധികം 3 ഗുണം 3
9. 9 അധികം 9 18. അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് ക്യൂബ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് മൈനസ് ചിഹ്നമാണെങ്കിൽ നമ്മളിവിടെ പ്ലസ് കൊടുക്കുക. ക്വസ്റ്റിനകത്ത് പ്ലസ് ചിഹ്നമായിരുന്നെങ്കിൽ ഇവിടെ മൈനസ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഇനി അടുത്ത കണക്ക് നോക്കാം. 60. പ്രോഗ്രസിൻ്റെ കോഡ്. അടുത്ത കണക്ക് 60. പ്രോഗ്രസിൻ്റെ കോഡ് OQQSN PFHQ SDFR TRT ആയാൽ കൈറ്റിൻ്റെ കോഡ് എന്ത്? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള കണക്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ആൽഫബറ്റ് എഴുതുക. അപ്പോൾ ഇവിടെ എഴുതാം. അപ്പോൾ ഇവിടെ ആൽഫബറ്റ് എഴുതി, ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എടുത്ത് എഴുതി. അപ്പോൾ ഈ പ്രോഗ്രസിൻ്റെ കോഡ് കാണിച്ചിരിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ നോക്കാം, പി എവിടെയാണ് വരുന്നത്? പിയുടെ അപ്പുറവും ഇപ്പുറവുമുള്ള രണ്ട് സംഖ്യകളാണ്, രണ്ട് അക്ഷരങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒയും ക്യൂ. ആറിൻ്റെ അപ്പുറം ക്യൂ ആണ്, അപ്പുറത്തെ എസ് ആണ്. അപ്പോൾ ആറിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇത് പിയുടെ അപ്പുറം ഇപ്പുറം ഉള്ളതാണ് എഴുതിയേക്കുന്നത്. ഇവിടെ അതുപോലെ ഒയുടെ അപ്പുറം ഇപ്പുറം ഉള്ളതാണ് അല്ലേ, എന്നും പിയും. അപ്പോൾ അതുപോലെ ആയിരിക്കും എന്ത് കൈറ്റിൻ്റെ കോഡ് വരുന്നത്. KITE. ഇപ്പോൾ ഒരുപാട് അക്ഷരങ്ങൾ വരുമ്പം ഇങ്ങനെ ഒന്ന് നോക്കിയേക്കണം. അപ്പോൾ കൈറ്റ്, അപ്പോൾ കെയുടെ അപ്പുറവും ഇപ്പുറവും എന്താണ് വന്നേക്കുന്നത്? ജെയും എല്ലും ആണ്. ഐയുടെയോ എച്ചും ജെയും. ടിയുടെ എസ് യു. ഇയുടേത് ഡിയും എഫും. ഇതാണ് കോഡ് വരുന്നത്. അപ്പം നോക്കാം, JLHJSUDF. അപ്പോൾ ഇതിവിടെ ഉണ്ടോ നോക്കാം. JLHJSUDF. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.